സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ എടുത്തു പറയാം, അത് വേണ്ടത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കേണ്ട വിഷയ. ഇതിൽ നമ്മൾ സകല പാർട്ടി ആശയൊക്കെ തന്നെ മാറ്റിവെക്കാം. നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പലസ്തീൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത്, ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഒരാള് പോലും രംഗത്തിറങ്ങിയിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ബംഗ്ലാദേശിൽ നരനായാട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷത്തിന് നേരെ, ഹിന്ദുവിന് നേരെ, ക്രിസ്ത്യാനിക്ക് നേരെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നരനായാട്ട് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ട് എന്തേ ഇവിടെ ഒരാള് പോലും ഒരക്ഷരം മിണ്ടാത്തത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? എന്തിനേറെ പറയുന്നു, കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് എന്തായിരുന്നു നമ്മുടെ കേരളത്തില്? ഈ പലസ്തീൻ അനുകൂലികൾ എന്തെങ്കിലും മിണ്ടിയോ? ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക. നിങ്ങൾ കോൺഗ്രസോ CPM BJP എന്നൊന്നും അല്ല ചോദിക്കുന്നത്, ആ ആശയവും അല്ല ചോദിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കണം. പ്രതിബന്ധങ്ങളില്ലെങ്കിൽ മതിമറക്കുന്ന പ്രതിബദ്ധത, കാറ്റൊന്ന് മാറി വീശിയാൽ തുമ്മിത്തെറിക്കുന്ന നീതിബോധം. ആരെങ്കിലും നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി, പലസ്തീന് വേണ്ടി രംഗത്തിറങ്ങിയ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഈ പലസ്തീന് വേണ്ടി രംഗത്തിറങ്ങുന്ന ആരെങ്കിലും നിങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കാണൂല. ഇവിടെ ഒരു ജിഹാദിസ് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ.